എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം. ആ ഓ അല്ല ഇതെന്താ? പ്രാവ് ലെറ്റർ കൊണ്ടുവന്നിരിക്കുന്നോ? ലക്ഷ്മണ, എന്ത് പറ്റി ഗോപു? വാട്ട് ഹാപ്പൻഡ്? ഓ ഇത് നിനക്ക് ആരാ അയച്ചത്? പ്രാവോ? ഗോപു, മിലി ആയിരിക്കും അയച്ചു തന്നത്. അതെങ്ങനെയാ നീ അങ്ങനെ പറഞ്ഞത്? ഇതിൽ ആരുടെ പേര് എഴുതിയിട്ടില്ലല്ലോ. എന്റെ പേരുമില്ല, മിലിയുടെ പേരുമില്ല. പിന്നെ ഈ ലെറ്റർ ആ പ്രാവല്ലേ കൊണ്ടുവന്ന് തന്നത്? എന്റെ പൊന്നു മോനെ ഗോപു. എടാ ഗോപു, മിലി നേരിട്ട് വന്ന ലെറ്റർ തന്നാ മാധവൻ അറിയില്ലേ. അതുകൊണ്ടാ അവളെ ലെറ്റർ പ്രാവിന്റെ അടുത്ത് കൊടുത്തയച്ചത്. അവളാണ് അയച്ചു തന്നത്. കാര്യായിട്ട് പറയാനോടാ? അതേനെ, ഇത് നോക്ക്. അവൾ എന്താ എഴുതിയിരിക്കുന്ന നോക്ക്. വൈകുന്നേരം 5 മണിക്ക് പാർക്കിൽ വന്ന് മീറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഓ കൈ നിറയെ റെഡ് റോസും കൊണ്ട് പോടാ. റെഡ് റോസ് കൊണ്ടുപോണോ? മിലി, മിലി, ഞാൻ നിനക്ക് വേണ്ടി എല്ലാ ഫ്ലേവേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നാ പിടിച്ചോ, വാങ്ങിച്ചോ. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സ്ട്രേഞ്ചേഴ്സ് തരുന്ന ഒരു സാധനം കഴിക്കാൻ പാടില്ല. എടാ മാധവ. ഓഹോ, മാധവനെ മിലി സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞു പോയിരിക്കുക. ഇപ്പൊ മനസ്സിലായോ? ഞങ്ങളെ കണ്ട് പഠിക്കടാ. ഒരുത്തനത് ഐസ്ക്രീം കൊണ്ട് വന്നിരിക്കുക. എന്തായിന്ന് കണ്ടില്ലേ? എടാ ലക്ഷ്മണ, താഴെ വീണ കേക്കിനെയും സ്ലിപ്പായി പോയ സോപ്പിനെയും പൊട്ടിപ്പോയ പൈപ്പിനെ ഒട്ടിവെക്കാൻ ഒന്നിനും പറ്റില്ല. അതുപോലെ മാധവന് സെലോ ടേപ്പിന്റെ ആവശ്യമില്ല. നീ എന്താ പറഞ്ഞത് ലക്കി? സെലോ ടേപ്പിന്റെ ആവശ്യം ഗോപാലാണ് ആവശ്യമുള്ളത്. മിലി അവനെ തിരിഞ്ഞു പോലും നോക്കിയില്ല. കണ്ടോ? ഈ മരമണ്ടച്ചാനെ ആര് കാണും? വന്ന വഴി ഓടിക്കോടാ. അവള് ഞങ്ങളെ മൈൻഡ് ചെയ്തില്ലെങ്കില് പിന്നെ അവള് ഗോപാലിന് ഈ ലെറ്റർ അയച്ചു കൊടുക്കില്ലായിരുന്നു. നോക്കടാ, അവള് ഗോപാലെ മീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കാ. എന്ന് വെച്ചാ മിലി ഈ നശിച്ച ഗോപുവിനെ മീറ്റ് ചെയ്യാൻ വിളിച്ചിരിക്കുന്നോ? എന്തിന്? പക്ഷേ മാധവ, ഇതിൽ ഒരു പേരും എഴുതിയിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ ഈ ലെറ്റർ ഒരു പക്ഷെ എനിക്ക് അയച്ചതായിരിക്കാം. ശരിക്കും പറഞ്ഞ നീ ഇപ്പോ എന്റെ പോസ്റ്റ്മാനായി മാറിയിരിക്കുകയാണ്. പിന്നെ ഈ ലെറ്റർ മിലി എനിക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിട്ട് തന്ന് അയച്ചതായിരിക്കും. മര്യാദക്ക് എന്റെ ലെറ്റർ തിരിച്ചു തന്നേക്ക. ഗോപു, നിനക്ക് എന്റെ ലെറ്റർ വേണോ? എന്റെ ലെറ്റർ വേണോ? എന്നാ പിടിച്ചോ. വാങ്ങിച്ചോ. എടാ മര്യാദക്ക് എന്റെ ലെറ്റർ തിരിച്ചു തന്നിട്ട് പോ. ഞാൻ നിന്നെ വൈകുന്നേരം 5 മണിക്ക്. വേണ്ട മാധവ. എടാ മാധവ, ഇങ്ങോട്ട് പോടാ. അതിങ്ങ് തന്നേക്ക്. ഓനോ, ലെറ്റർ അങ്ങ് പറന്നു പോയാലോടാ ഗോപു. എന്റെ ലെറ്റർ എനിക്ക് എന്റെ ജീവനക്കാലം വലുതാ ലെറ്റർ ആണ്. അത് എന്റെ ലെറ്റർ ആണ്. നിങ്ങൾ രണ്ടുപേരും വീണ്ടും വന്നോ? സൂര്യമായിട്ട് ഐസ്ക്രീം പോലെ കഴിക്കാൻ സമ്മതിക്കല്ലേ? ഞാൻ നിങ്ങളെ പോകാൻ സമ്മതിക്കില്ല. പറയടാ, രണ്ടുപേരെ ചേർന്ന് എന്ത് ഗോൽമാരാണ് ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? അത് പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ലേ? ഈ ഗോപു എന്തെങ്കിലും ചെയ്ത് കാണും. പ്രിൻസിപ്പൽ പട്വർദ്ധൻ സാറോ? എന്നാ പറ്റിയേ സാറ്? എന്നെ പറ്റിച്ച് എസ്കേപ്പ് ആയി കളഞ്ഞല്ലേ? വീണ്ടും എന്റെ മരം പണ്ടാക്കി കളഞ്ഞിരിക്കുകയാണ്. എന്റെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചാ കുട്ടികളെ ഒരു പാഠം പഠിപ്പിക്കുമായിരുന്നു. സ്കൂളിൽ നിന്നുമല്ല, ഗോൾഡൻ ഹില്ലിൽ നിന്ന് തന്നെ പുറത്താക്കിയേ ഞാൻ. ചേട്ടാ, ഇതെന്താണ്?
ആരോ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. കൊള്ളാം, കിട്ടിപ്പോയി. ലവ് ലെറ്റർ. ആരോ എന്നെ വരാൻ പറഞ്ഞിരിക്കുകയാണ്. പെർഫ്യൂം ഒക്കെ ഇട്ട് കളർ ഷർട്ടും ഇട്ട് ഞാൻ അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകും. എന്താടാ വേണ്ടത്? എന്റെ ലെറ്റർ. അത് ശരി, എന്ന് വെച്ചാൽ ഈ ലെറ്റർ അത് നിന്റേതാണെന്നാണോ? അല്ലല്ല, എന്റേതല്ല, ഗോപുന്റെ. ഗോപു, ആ ലെറ്റർ ഗോപുന്റെ. എന്നാ പിന്നെ നീ സമ്മതിച്ചില്ലേ ഇത് ഗോപുന്റെ ലെറ്റർ ആണെന്ന്? ലക്ഷ്മണ, ഈ ലെറ്റർ മാധവന്റെ ആണ്. ലക്ഷ്മണ, ഇല്ല എന്റെ ഗോപുന്റെ. അത് ഗോപുന്റെ ലെറ്റർ ആണ്. എന്ന് വെച്ചാൽ ശരിക്കും എന്റേത് തന്നെ അല്ലേ? എന്താടാ നീ നോക്കുന്ന ലക്കി? എന്നെ അങ്ങ് വിട്ടേക്ക്. ഹോസ്റ്റലിൽ വന്ന് നിന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെയാണല്ലേ പണി? നിങ്ങളെ കൊടുക്കാനുള്ള പ്രൂഫ് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ കാര്യം പോക്കാട് മോനെ. ഒരുപക്ഷെ ലെറ്റർ പ്രിൻസിപ്പളിന്റെ കയ്യിൽ എത്തിച്ചേർന്നാൽ പിന്നെ നമ്മൾ മാത്രമല്ല, മിലിയും പ്രോബ്ലത്തിൽ കുടുങ്ങി പോകും. എന്ത്? ഞാൻ എന്റെ ഗേൾ ഫ്രണ്ട് ബില്ലിയെ രക്ഷിക്കാനായിട്ട് ശത്രുവിന്റെ കൂടെ ഫ്രണ്ട് ആവാൻ തയ്യാറാണ്. എന്നാ വാ, ആ പപ്പിയെ നമുക്ക് എങ്ങനെയെങ്കിലും കുപ്പിക്കകത്താക്കണം. വേഗം വാ. പ്രൂഫ് കിട്ടിപ്പോയി. കിട്ടിപ്പോയി. ഞാനത് തരില്ല. പ്രൂഫ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് റെഡ് റോസിന്റെ കൂടെ വരണമെന്നോ? ചേടാ, എനിക്ക് തോന്നുന്നു ആരോ എന്നെ പതുങ്ങിയിരുന്ന് ഇഷ്ടപ്പെടുന്നു എന്ന്. സാർ, ലെറ്റർ കിട്ടിപ്പോയി സാർ. എന്ത്? ആ കാര്യം എങ്ങനെ അറിഞ്ഞു? ലെറ്ററിനെ കുറിച്ച്? അത് പിന്നെ സാർ, ഇങ്ങോട്ടേക്ക് നോക്കൂ സാർ. നോക്കൂ സാർ, ആ പിള്ളേരൊക്കെ ചേർന്ന് എന്ത് പരിപാടിയാണ് ഒപ്പിക്കുന്നത് നോക്കൂ സാർ. ആ ലെറ്റർ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ആ ലെറ്റർ എവിടെ പോയി? കാണുന്നില്ല സാർ. ഓഹോ, ഏത് ലെറ്ററാണ് പപ്പി? ഏത് പിള്ളേര്? അതല്ല സാർ, ഇത്രയും നേരം ലെറ്റർ എന്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഈ ലെറ്റർ കാണുന്നില്ലല്ലോ സാർ. ആ കൂട്ടിച്ചതന്മാരെ എന്തെങ്കിലും പണി ഒപ്പിച്ചതായിരിക്കും, അല്ലെങ്കിൽ മിസ്സാകാൻ ചാൻസ് ഇല്ല. പപ്പി, കാര്യവും കാരണവുമില്ലാതെ നീ വെറുതെ ബഹളം ഉണ്ടാക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. Get out. Get out. എന്റെ ടൈം വേസ്റ്റ് ചെയ്യരുത്. അല്ല സാർ, ശരിക്കും അങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു സാർ. സത്യമാണ് സാർ, ഞാൻ പറഞ്ഞത് കള്ളമല്ല. ആ ലെറ്റർ ഞാൻ തേടി കണ്ടുപിടിച്ചിരിക്കും. ആ ലെറ്റർ എങ്ങോട്ട് പോയി? ആർക്കറിയാം, പക്ഷെ ഇനി എനിക്ക് ആ ലെറ്ററിന്റെ ഒരാവശ്യമില്ല. നോക്കൂ ബോസ്, ഒരുപാട് ലേറ്റായി. മിലിയെ മീറ്റ് ചെയ്യാൻ ഞാൻ പോവാണ്. എടാ പണ്ടാരമേ, നീ അല്ല പോകേണ്ടത് ഞാനാണ്. മിലി എന്നെയാണ് വരാൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് കാര്യമെങ്കിൽ വാടാ പോകാം. രണ്ടുപേർക്കും ചേർന്നങ്ങ് പോയേക്കാം. റെഡ് റോസ് ആയിട്ട് മിലി ആരെ വരാൻ പറഞ്ഞെന്ന് നമുക്ക് ചോദിച്ചേക്കാം. റെഡ് റോസ്, മിലിക്ക് ഞാനത് കൊടുക്കും. റെഡ് റോസ്. അങ്ങോട്ട് നോക്കടാ ഗോപു. റെഡ് റോസ്. ഓ നോ, അങ്ങോട്ട് നോക്ക്, ആരാ വരുന്ന നോക്ക്. ഓടിക്കോ. ഒരു പക്ഷേ ആ ലെറ്റർ പ്രിൻസിപ്പൽ സാറിന്റെ കയ്യിൽ കിട്ടിയോ? ഞാൻ നിന്നെ ബസിലിക്കോ, ആ ലെറ്റർ കിട്ടിയോ? സാറേ, എന്റെ ലെറ്റർ നിങ്ങളുടെ കയ്യിൽ അല്ല. അതെങ്ങനെയാണ് സംഭവിച്ചത്? ചേടാ, നീയാണോടാ ഈ ലെറ്റർ എഴുതിയത്? നിനക്ക് അതിനും മാത്രമുള്ള ധൈര്യമായോടാ? അല്ല, സാറിന് എഴുതിയ ലെറ്ററോ അങ്ങനെ വരാൻ വഴിയില്ല സാറേ. ചേടാ, എന്തിനാ എന്റെ ടൈം വേസ്റ്റ് ആക്കുന്നത്? സത്യമായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ലായിരുന്നു സാറേ. എന്റെ പ്രിയതമയ്ക്ക് വേണ്ടി എഴുതിയ ലെറ്ററാണ്. പ്രാവിനോട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞതാണ്, പക്ഷേ അത് തെറ്റായ അഡ്രസ്സിലേക്ക് കൊടുത്തു പോയതാണ്. എടാ, നിന്നെ ഈ സ്കൂളിൽ നിന്ന് മാത്രമല്ല ഈ സിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് തോന്നുന്നു. സാറേ, ഞാൻ നിങ്ങളുടെ സ്കൂളിലെ ചേടാ, എനിക്കൊന്നും കേൾക്കണ്ട.
എന്റെ പ്രിയതമേ, ഐ മിസ് യു. ഗോപു എന്ന് വെച്ചാ മിലി നിനക്കൊരു ലെറ്ററും കൊന്തോ അയച്ചിട്ടേ ഇല്ല അല്ലേ? എടാ സീറോ ആയി പോയ ഹീറോ, മിലി നിന്റെ ഐസ്ക്രീം പോലും വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയത് ഓർമ്മയുണ്ടോ? എടാ ഗോപു, ഐസ്ക്രീം മാത്രമല്ല നിനക്ക് ഓർമ്മയില്ലേ അവള് നിന്നെ പോലും വേണ്ടെന്നാ എന്തൊക്കെയാടാ പറഞ്ഞല്ലേ? പറയുന്നേ?